പുതിയ ഗപ്പിക്ക് കൊടുക്കാൻ തീറ്റ വന്നിട്ടുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. 3 എണ്ണം ഉണ്ട്. 230 രൂപയാണ്. എന്താണ് ലാഭമാണ്. ഇപ്പോൾ ഓഫറാണ്. ഇതെല്ലാവരും വാങ്ങിക്കണം. ഇത് ലിങ്ക് ഡിസ്ക്രിപ്ഷനും വീഡിയോ ടാഗും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ടെഷർ എന്ന് പറഞ്ഞ തീറ്റയാണ്. ടെഷർ. എൻ്റെ കയ്യിലുള്ള ഫയർ റെഡ് മൊസൈക്ക് എന്ന് പറയുന്ന ആ ഗപ്പി ആ ഫോട്ടോയെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൽ തന്നെ. അതിന് കൊടുക്കാം. പിന്നെ ഫൈറ്ററിന് കൊടുക്കാം. നിയോൺ ടെട്രായ്ക്ക് കൊടുക്കാം. ടെട്ര വെറൈറ്റി ടൈഗർ ബാർബ് അങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം കൊടുക്കാം. ഹൈബ്രിഡ് ഗപ്പി അല്ലാത്ത മിക്സഡ് ഗപ്പിക്കും എല്ലാത്തിനും കൊടുക്കാം. ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. എന്നുള്ള അടിപൊളിയാണ്. ഇത് പൗഡർ പോലത്തെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഒത്തിരി വലിയ ടൈപ്പ് പെല്ലറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു തീരെ ചെറിയ പെല്ലറ്റാണ്. എന്താണ് ഗപ്പിക്ക് കഴിക്കാൻ ഈ ടൈഗർ ബാർബ് പോലത്തെ ഉള്ള ഫിഷിനൊക്കെ കഴിക്കാൻ പറ്റിയ ആ ടൈപ്പ് തീറ്റയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ടൈപ്പ് തീറ്റ കൊടുക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് അടിപൊളിയാണ്. വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും വീഡിയോ ടാഗും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് ആ പിക്ചറിൽ കാണുന്ന ഗപ്പി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇതിനെ കൊടുക്കാനാണ് പെയർ 50 രൂപ. ഇതിൻ്റെ പേരാണ് ഫയർ റെഡ് മൊസൈക്ക് എന്ന് പറയുന്ന സാധനമാണ്. ഇത് പഴയ വെറൈറ്റിയാണ്, കുറച്ചായി ഇറങ്ങിയിട്ട്. എന്താണ് നല്ല വെറൈറ്റി ടെയിലാണ്. ഫീമെയിലിനും മെയിലിനും വരുന്നത്. ഈ കളറ് സെയിം കളർ വരുന്നുണ്ട്. എന്തുവാണെങ്കിലും ഇതിപ്പോൾ ഇനി പൊട്ടിച്ച് കൊടുക്കാൻ പോവാണ്. ഏതൊക്കെ തിന്നുമെന്ന് നോക്കാം നമുക്കിനി. ഈ പിക്ചറിൽ കാണുന്നത് സെയിം ഗപ്പിയാണ്. നിയോൺ ടെട്ര അങ്ങനെ കുറേ മീനുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. വേണ്ട ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട്. എന്താണ് എത്തേണ്ടത്? ഇതാണ് പെല്ലറ്റ്. ഇത്രയും സൈസേ വരുന്നുള്ളൂ. ഗപ്പിക്കൊക്കെ എളുപ്പമായിട്ട് കഴിക്കാൻ പറ്റും. ഫൈറ്ററിനും എളുപ്പമാണ്. ഓവർ സൈസും അല്ല. പിന്നെ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ മണവോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്മെല്ല് അങ്ങനെയൊന്നുമില്ല ഇതിന്. അതുകൊണ്ട് ഞാൻ പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണാൻ. ബ്രൗൺ കളറിൽ ഇങ്ങനെ ചെറിയ ചെറിയ പെല്ലറ്റ്. എന്താണ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ല സാധനമാണെന്ന് തോന്നുന്നു. കൊടുത്തു നോക്കട്ടെ. എന്താണെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ അറിയാൻ പറ്റും. മീനിൻ്റെ ഇഷ്ടം അറിയാൻ പറ്റും എത്രമാത്രം ഉണ്ടെന്ന്. എന്താണ് ഫസ്റ്റ് കൊടുക്കാൻ പോകുന്ന പ്ലാറ്റി, സോട്ടയിൽ, ബ്ലാക്ക് മോളി, ഇത് പ്ലാറ്റിനം റെഡ്, ബിഗ് ഇയർ അതിനൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. ഇതിന് സ്മെല്ലില്ലേ തീറ്റയ്ക്ക്. അത് കാരണമാണ് ഇച്ചിരി താമസം ഇതിനടുത്ത്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാം കൂട്ടമായിട്ട് വരുന്നുണ്ട്. ബ്ലാക്ക് മോളി തിന്നുന്നുണ്ട്. സോട്ടയിൽ നല്ലപോലെ തിന്നുന്നുണ്ട്. സോട്ടയിൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഗപ്പിക്കും കുഴപ്പമില്ല. പെട്ടെന്ന് വായി കയറുന്നുണ്ട് നല്ലപോലെ. ചിലതൊക്കെ ആണെങ്കിൽ മടിയായിരിക്കും. ഇങ്ങനെ കൊത്തി കൊത്തി സാധാ പെല്ലറ്റായിരുന്നു രാവിലെ കൊടുത്തത്. അത് തിന്നുന്നില്ലായിരുന്നു. അത് കുറച്ചങ്ങാണ്ട് തിന്നിട്ട്. എന്തുകൊണ്ട് ഇതിപ്പോൾ കിട്ടിയാൽ കൊണ്ട് ഇപ്പോൾ ഇത് കൊടുക്കുന്നുണ്ട്. ബ്ലഡ് വെയിംസിൻ്റെ ഒക്കെ തീറ്റ തീർന്നു. ഇനി ഇങ്ങോട്ട് കുറച്ചങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. എന്താണ് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡ് മൊത്തം മീൻ വന്നു, മറ്റേ സൈഡിലൊന്നും മീനില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ ഏരിയ വന്നത്. ഇനി അടുത്ത മിക്സഡ് ഗപ്പി ടാങ്കാണ്. ഇതിനകത്ത് മിക്സഡ് ഗപ്പിയും ഉണ്ട്, ഹൈബ്രിഡിൻ്റെ ഗപ്പിയുടെ കുഞ്ഞുങ്ങളും ഉണ്ട്. വലുതെല്ലാം മാറ്റിയിട്ടേക്കുവാണ്. ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ് കൂടുതലും. ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ തിന്നുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. എല്ലാം തീരെ ചെറുതായിക്കൊണ്ട് എളുപ്പമാണ് കുഞ്ഞുങ്ങൾക്കും തിന്നാൻ. ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഹൈപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പല ഫിഷ് ഫുഡിൻ്റെ റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് വാച്ച് ചെയ്യണം. ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം മീനുകളെല്ലാം വന്നു. ഇഷ്ടപ്പെട്ടു നല്ലപോലെ. സാധാ പെല്ലറ്റൊക്കെ മൂലയ്ക്ക് കിടക്കുന്നുണ്ട്. അതൊന്നും ആരും നോക്കുന്ന പോലുമില്ല. എന്തുവാണേലും 230 രൂപയ്ക്ക് ഈ 3 എണ്ണം ലാഭമാണ്. എല്ലാവരും വാങ്ങിച്ചോ. വീഡിയോ ടാഗും ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ്. ബൈ ബൈ.